ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സീസൺ ആണല്ലോ. അപ്പോൾ ഒരു മാങ്ങ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള അച്ചാർ, ഇത്രയും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു സിമ്പിൾ അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതാ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് കുറച്ച് കേട്ടോ. എനിക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല, എന്നാലും അച്ചാറിൽ അതൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കുറച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ, കാരണം അതിൻ്റെയൊക്കെ ഒരു മൊരിയൽ വന്നാലാണ് അച്ചാർ കേടാവാതെ കുറേ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ഇങ്ങനെ കുറച്ച് മുരിഞ്ഞ് വരണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. പിന്നെ കറിവേപ്പില, ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടുന്ന സാധനങ്ങൾ മാങ്ങ ഒഴിക്കുക, ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ ഉലുവയും കടുകും കൂടെ നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. ഉലുവയും കടുകും ചൂടാക്കിയിട്ട് പൊടിക്കുക. ആ പൊടി നമ്മൾ വെച്ചാൽ ഏത് അച്ചാർ ഇടുമ്പോഴും കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രം മതി കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാറിൻ്റെ മസാലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഈ അച്ചാറിൻ്റെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് കടുകും ഉലുവയും കൂടെ നമുക്ക് പൊടിച്ച് വെക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, അതും നന്നായിട്ട് ചൂടാക്കുക. എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ, ഞാനിടുന്ന അച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എണ്ണ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇടുന്നത് മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുത്ത് അതും നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മുളക് പൊടി ഇട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപ്പും മുളകും പൊടിയും കൂടെ ഒരുമിച്ചാട്ടോ ഇട്ടത്. അപ്പോൾ ഉപ്പ് എന്തായാലും ഇടണം. അപ്പോൾ ഉപ്പും മുളകും പൊടിയും കൂടെ ഇട്ട്, പിന്നെ കളറ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി ഇട്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നതിൻ്റെ ഇതേ ഉള്ളൂ കേട്ടോ. കാരണം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം വേവിപ്പിക്കാനൊന്നും വെക്കില്ല, ജസ്റ്റ് അത് ഇളക്കിയിട്ട് വേഗം ഇറക്കി വെക്കുക ചെയ്യുള്ളൂ. വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മാങ്ങ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളടുത്ത മാങ്ങ ഇട്ട് വെക്കുക. ഫ്രഷായിട്ട് അരിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഇടുന്നതാണ് കേട്ടോ. ഇത്രയും സിമ്പിളായതുകൊണ്ട് തന്നെ നമുക്ക് ചോറുണ്ണുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഫുള്ള് എന്താ പറയുക മിക്സ് ചെയ്ത് കുഴച്ച് റെഡിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് സുറുക്കി ഒഴിച്ച് ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടോ. അത് ഫുള്ളൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാം നല്ല വഴറ്റി എല്ലായിടത്തും എത്തുന്നത് പോലെ നമ്മൾ മാങ്ങ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അച്ചൂസ് ഇവിടെ സൈക്കിൾ ഓടിക്കുന്ന തിരക്കിലാട്ടോ. അതുകൊണ്ട് കുറച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ മുറ്റത്തിരുന്ന് കൊടുക്കുന്നതുകൊണ്ട് സൈക്കിളിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ